സാധാരണ നമ്മളൊക്കെ അഹങ്കാരത്തോടെ പറയാറുണ്ടല്ലോ, എന്തു വില കൊടുത്തും ഞാൻ ആ മണ്ണ് സ്വന്തമാക്കുമെന്ന്. അപ്പൊ മണ്ണ് വിനയത്തോടെ തിരിച്ചു പറയും, ഒരു വിലയും തരാതെ നിന്നെ ഞാനും സ്വന്തമാക്കും. നമ്മൾ ഈ കൂട്ടിവെച്ച മോഹങ്ങളൊന്നും കൂട്ടിനില്ലാതെ എല്ലാവരും പടിയിറങ്ങുന്ന ഒരു ദിവസമുണ്ട്. പണപ്പെട്ടി എത്ര നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ കൊണ്ടുപോകുവാൻ വരുന്ന മാലാഖ ഒരു കൈക്കൂലിയും വാങ്ങാത്ത ആ ദിവസം. ഓർമ്മയുണ്ട്, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. അപ്പൊ എൻ്റെ ഒരു അന്ന് ഡബിങ് ആയിട്ട് ഷീബയാണ് എനിക്ക് 100 രൂപ അങ്ങോട്ട് തരും. അപ്പൊ ആ പൈസ മേടിച്ചിട്ട് ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഞാൻ അക്ഷരാർത്ഥം ചിന്തിച്ചിട്ടുണ്ട്, ഈ വണ്ടി അവിടെ പേടിച്ചിരുന്നെങ്കിൽ. ഇതൊക്കെ ദൈവം ഇങ്ങനെ നമ്മളെങ്ങനെ പല വഴിയിലൂടെ സഞ്ചരിച്ചു. അപ്പോഴും മനസ്സിലാക്കുന്നത് ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നുള്ളതാണ്. പേരുണ്ടാക്കിയിട്ടോ പ്രശസ്തി ഉണ്ടാക്കിയിട്ടോ പണം ഉണ്ടാക്കിയിട്ടോ ഇതൊക്കെ നൈമിഷികമാണ് അല്ലേ? ഇപ്പൊ അയ്യപ്പപ്പണിക്കരുടെ കവിതയിൽ പറഞ്ഞ പോലെ, ചിരകാലം അങ്ങനെ ചിതൽ നിന്ന് പോയിട്ടും ചിലതുണ്ട് ചിതയിന്മേൽ വെക്കാൻ എന്ന് പറഞ്ഞ പോലെ, എത്ര നാൾ നമ്മുടെ പേര് കൊണ്ടുപോകാൻ പറ്റും? ഒന്നും ആരും കൊണ്ടുപോകുന്നില്ലല്ലോ. ജീവിതത്തില് ഒന്നും ശാശ്വതമാക്കല്ലോ. അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത്. അൾട്ടിമേറ്റ് നേരത്തെ ചോദിച്ചതിന് ഉത്തരം ഇതാണ്. നമ്മൾ എപ്പോഴും